ആനന്ദം ചെയ്തിരുന്ന സമയത്ത് ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന എല്ലാ പടവും ഇപ്പം ചിലപ്പോൾ എനിക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. ഇപ്പം ഈ നമ്മുടെ സിനിമയിലുള്ള എല്ലാ ആക്ടേഴ്സിനും പകരം വയ്ക്കാൻ 10, 20, 30 ആക്ടേഴ്സ് ഇതുവരെ സിനിമയിൽ വന്നിട്ടില്ലാത്തവരും സിനിമയിൽ തന്നെ ചെറിയ ചെറിയ രീതിയിൽ ജസ്റ്റ് വന്നു തുടങ്ങിയിട്ടുള്ളവരുടെ കറക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാലും അന്നത്തെ ആക്ടേഴ്സ് ചെയ്തിരുന്ന ബോഡി ഓഫ് വർക്ക് കാണുമ്പോൾ ശരിക്കും അസൂയയും. തിയേറ്ററിനോട് ചെയ്യുന്നത് ഭയങ്കര അൺഫെയറാണ്. തിയേറ്ററിനടുത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിനിമ ഇല്ലാത്ത സമയത്ത് പിടിക്കാട്ടോ, ഞങ്ങൾക്കായിട്ട് തന്നെ ചെറിയ ചെറിയ നാടകങ്ങൾ ചെയ്യും. ഞങ്ങൾ തന്നെ നിങ്ങളുടെ സ്പേസ് വീട്ടിലൊക്കെ തന്നെ. കൂട്ടുകാർ കുറച്ച് പേരൊക്കെ രാജേഷ് മാധവനൊക്കെ ഓൾറെഡി ഡയറക്ടർ ആയല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് അടുത്ത് ചെയ്യുന്നത് പോലീസോടാ. എന്തായാലും താടി പറ്റില്ല, തലയ്ക്ക് പോകാൻ മാനായിട്ടിരിക്കുന്ന പോലീസുകാരനല്ല. അല്ല. ഇപ്പോൾ 80s-ലും 90s-ലും ഒക്കെ നമ്മുടെ ആക്ടേഴ്സ്, ഇപ്പോൾ നമ്മുടെ അന്ന് വന്ന മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരിക്കലും 10-30 സിനിമകളൊക്കെ ഒരു വർഷം ചെയ്തിരുന്നു. പലതിനും സെറ്റിൽ വെച്ചാണ് സ്ക്രിപ്റ്റുകൾ എഴുതിക്കൊണ്ട്. എന്നാൽ ഇതൊക്കെ ഗംഭീര സിനിമകളായി മാറിക്കൊണ്ടിരുന്നു. അതൊരു എനിക്ക് തോന്നുന്നു ഏർലി 2000s വരെ അതായിരുന്നു പ്രാക്ടീസ്. പിന്നീട് എല്ലാവരും കുറെ കൂടെ ഓർഗനൈസ്ഡ് ആയി. സ്ക്രിപ്റ്റുകൾ വായിച്ചിട്ടാണ് ഓരോ ആക്ടേഴ്സും, ഈവൻ സപ്പോർട്ടിംഗ് കാസ്റ്റ് ആയാലും ആരായാലും സ്ക്രിപ്റ്റുകൾ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. സിനിമകളുടെ എല്ലാവരും ചെയ്യുന്ന നമ്പർ ഓഫ് സിനിമകൾ കുറഞ്ഞു വന്നു. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അന്നുള്ളവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഇത്ര അധികം സിനിമകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ചൂസി ആയിട്ട് സിനിമകൾ ചെയ്യാൻ അത് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുള്ള, കാരണം നമുക്ക് ബേസിക്കലി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അതിൽ. ഇപ്പൊ പ്രായം തന്നെ, ആനന്ദം ചെയ്തിരുന്ന സമയത്ത് ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന എല്ലാ പടവും ഇപ്പൊ ചിലപ്പോൾ എനിക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. ഒരു 7-8 കൊല്ലത്തിന്റെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ദിവസം നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ട്. അന്നൊക്കെ നമുക്ക് ഏറ്റവും ബേസിക് നീഡ് എന്ന് പറയുന്നത്, ഇതിലേക്ക് വരാനുള്ള മെയിൻ കാരണം തന്നെ അഭിനയിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ഐ വുഡ് മച്ച് റാദർ ബി ആക്ടിങ് എവറി ഡേ. അത് എനിക്കറിയാവുന്ന എല്ലാ ആക്ടേഴ്സിൻ്റെയും ഒരു മൈൻഡ് സെറ്റ് അത് തന്നെയാണ്. പക്ഷേ ഐ ഗെസ് ഈ ഒരു പേടി ഭയങ്കരമായിട്ടുണ്ട്. അതായത് ഒരുപാട് പടം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അതിലെവിടെയോ ഒരു സെൽഫിഷ് റീസണും കൂടെ ആയിട്ട് തോന്നും. അത് ഇന്നത്തെ കാലത്ത് അങ്ങനെ തോന്നുന്നതായിരിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പോയി സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന മേ ബി എനിക്ക് എന്നും ഇതുണ്ടാവില്ല എന്നുള്ളത്. കാരണം അന്നുള്ളതിനെക്കാട്ടിലും ഒക്കെ ഒരുപാട് അധികം ആക്ടേഴ്സ് ഇന്നുണ്ട്. ഇപ്പം ഈ നമ്മുടെ സിനിമയിലുള്ള എല്ലാ ആക്ടേഴ്സിനും പകരം വയ്ക്കാൻ 10, 20, 30 ആക്ടേഴ്സ് ഇതുവരെ സിനിമയിൽ വന്നിട്ടില്ലാത്തവരും സിനിമയിൽ തന്നെ ചെറിയ ചെറിയ രീതിയിൽ ജസ്റ്റ് വന്നു തുടങ്ങിയിട്ടുള്ളവരുടെ കറക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ട്. ഞാൻ പ്യുവർ ടാലൻറ്റ് വെച്ചിട്ട് ഞാൻ ആക്ടർ എന്നുള്ള സാധനത്തിനെ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ, ആൻഡ് എവ്രിബഡി ഹാസ് ആക്സസ് ഓൾസോ. അന്നത്തെ പോലെ ഒരു ക്ലോസ്ഡ് പരിപാടിയിലല്ല ഇൻഡസ്ട്രി. അതായത് ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന 100 സിനിമ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള 10 ആക്ടേഴ്സിനെ വെച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഒന്നാമത് നൗ ബോർഡേഴ്സ് ഡോണ്ട് എക്സിസ്റ്റ്. എവിടെ നിന്ന് വേണമെങ്കിലും ആക്ടേഴ്സിനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വഴിയിലിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. അതിന് കുറേ പേർക്ക് കഴിവുള്ളവരും കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ കയ്യിലൊരു ഫോൺ മാത്രം വെച്ചിട്ട് ഗംഭീര പെർഫോമൻസസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാ ദിവസവും വി ആർ ഡിസ്കവറിങ്, യുനോ. അപ്പോൾ അങ്ങനെ ഇറ്റ് ഹാസ് ബിക്കം എ വെരി വെരി കോമ്പറ്റീറ്റീവ് ഫീൽഡ്. അപ്പോൾ നാച്ചുറലി വിത്ത് കോമ്പറ്റീഷൻ മറ്റേ പരിപാടി ഡിഫെൻഡ് ചെയ്ത് കളിക്കാം. ആദ്യം വിക്കറ്റ് സേവ് ചെയ്യാം. വിക്കറ്റ് അവിടെ ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പരിപാടിയാണല്ലോ. അത് ആ സാധനം കയറും സ്വാഭാവികമായിട്ടും. പിന്നെ എങ്കിലും ഇതൊക്കെ പറഞ്ഞാലും അന്നത്തെ ആക്ടേഴ്സ് ചെയ്തിരുന്ന ബോഡി ഓഫ് വർക്ക് കാണുമ്പോൾ ശരിക്കും അസൂയയും എല്ലാവരും എല്ലാ ടൈപ്പ് സിനിമകളിലും വരുന്നുണ്ട്. ആൻഡ് എല്ലാവരും അത്ര തന്നെ കൺവിൻസിങ് ആണ്. ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് വരെ തോന്നിപ്പോകും നമുക്ക് ഇപ്പം അത് നോക്കി കഴിയുമ്പോൾ. ഐ ഗെസ് കുറേയൊക്കെ കഴിഞ്ഞു പോയൊരു ലോകത്തിൻ്റെ ഒരു പരിപാടി നമുക്ക് മനസ്സിലാവാതെ പോകുന്ന ഒരു ആംഗിളും ഒക്കെ ഉണ്ടാവും ഭയങ്കരമായിട്ട്. എനിക്കറിയില്ല. ഇപ്പോൾ തിയേറ്റർ ഹാസ് ഓൾവേസ് ബീൻ പാർട്ട് ഓഫ് യുവർ ലൈഫ്. അപ്പോൾ തുടങ്ങിയതെന്ന് അവിടുന്നാണ്. ഇപ്പോൾ ഈ ഒരു മൂവി കരിയറിൻ്റെ കൂടെ തിയേറ്റർ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നത് പ്രശ്നം? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിനോട് ചെയ്യുന്നത് ഭയങ്കര അൺഫെയറാണ്. തിയേറ്ററിനടുത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിനിമ ഇല്ലാത്ത സമയത്ത് പിടിക്കാട്ടോ എന്താണ് ശരിക്കും അതാണ്. അതിപ്പോൾ കൊച്ചിയിൽ തന്നെ ഒരു ഭയങ്കര ടൈറ്റ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ജെന്യുവൻലി നാടകം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ളവരാ. അല്ലാതെ സിനിമ ഇല്ലാതാവുമ്പോൾ മാത്രം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. നാടകം ചെയ്യാൻ അത്ര തന്നെ താല്പര്യമുണ്ട്. ആൻഡ് എവ്രിബഡി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഇറ്റ് വിൽ എസെൻഷ്യലി മേക്ക് യു എ ബെറ്റർ ആക്ടർ. പക്ഷേ
നമുക്ക് റിയാലിറ്റിയും ഫേസ് ചെയ്യണം. അതായത് എല്ലാ ആക്ടേഴ്സും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ഓണായി സെറ്റായി എല്ലാ രീതിയിലും അത് ചെയ്യാം എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നത് ശരിക്കും ഭയങ്കര ഒരു റെയർ ഒക്കറൻസ് തന്നെയാണ്. നമ്മൾ അത്ര ഒരുപാട് പ്രോജക്റ്റുകളിൽ എല്ലാ രീതിയിലും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളുടെ ഇടയിൽ നീന്തി കളിക്കുന്നവരൊന്നും അല്ല നമ്മളെല്ലാവരും. അപ്പോൾ ഒരു പ്രോജക്റ്റ് ഒരാൾക്ക് സെറ്റായി വരുമ്പോൾ അത് കളഞ്ഞിട്ട് വന്ന് നാടകം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ആൻഡ് ദ സെയിം തിങ് ദറ്റ് ഐ ഓൾസോ പുട്ട് ഫോർവേഡ്, എനിക്ക് വന്നാലും ഞാൻ പോകും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ പോവുക തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ടൊക്കെ തുടങ്ങി വെച്ചിട്ട് തീർക്കാൻ പറ്റാത്ത തിയേറ്റർ പ്രോജക്റ്റുകൾ ഇങ്ങനെ സൈഡ് നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെയും കൂടി ഒരു ഫോൺ കോൾ തീർത്തതേ ഉള്ളൂ. നമുക്കിത് കുറച്ച് നാളത്തേക്ക് പാർക്ക് ചെയ്യാം, കാരണം ഞാൻ ഷൂട്ടിലേക്ക് പോവാം, ഇനിയൊരു 2 മാസം ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ അപ്പുറത്തെ ചെറിയൊരു ഗിൽറ്റൊക്കെ ഫീൽ ചെയ്തിട്ടാണ് പറയുന്നത്. പക്ഷേ അപ്പുറത്ത് ഇത് കേട്ടുന്ന ആൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും പാർക്ക് ചെയ്തേക്കാം, നീ പോയി തീർത്തിട്ട് വാ എന്നുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ ഓടുന്ന പ്രോജക്റ്റുകളുണ്ട്. പറ്റുന്ന രീതിയിൽ ഇപ്പം അത് ഇങ്ങനെ അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ പറഞ്ഞ കുറച്ച് പേര് ഞങ്ങൾക്കായിട്ട് തന്നെ ചെറിയ ചെറിയ നാടകങ്ങൾ ചെയ്യും. ഞങ്ങൾ തന്നെ നിങ്ങളുടെ സ്പേസ് വീട്ടിലൊക്കെ തന്നെ എൻ്റെ ഫേർണിച്ചറൊക്കെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അത് സ്കിൽസ് ഹോൺ ചെയ്തെടുക്കാനും പ്രാക്ടീസ് തുടരാനും വേണ്ടിയിട്ടാണോ? പിന്നെ അങ്ങനെ അത്ര നോബിളായിട്ടുള്ള ഇന്റൻഷൻ ഒന്നും നമ്മൾ അതിന്റെ വെയിറ്റ് അതിലേക്ക് ഇടുന്നില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും വെൻ യു ആർ ഡൂയിങ് തിയേറ്റർ. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. വി ആർ വെരി ഹാപ്പി വെൻ വി ഡു തിയേറ്റർ. അത് ചെയ്യാതെ കുറേ നാൾ ഇരിക്കുമ്പോഴത്തേക്കിനും അത് മിസ് ചെയ്യും. പിന്നെ ഇത് കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ തുരുമ്പടിച്ച് പോകുക എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് സാധകം ചെയ്യുന്ന പോലെ. അതെ, അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നു. അതിപ്പോൾ കാണാനുള്ളത് ചിലപ്പോൾ 10 പേരുണ്ടാവുള്ളൂ, ചിലപ്പോൾ 20 പേരുണ്ടാവുള്ളൂ. അത് ഓക്കെയാണ് നമുക്ക്. ആ 20 പേര് കണ്ടാൽ മതി. അത്രത്തിനുള്ളൊരു ഷോ ഒക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഷോ പോലും ആവില്ല. നമുക്കിത് ഫുള്ള് ഷോ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്തായാലും നിങ്ങളെ വിളിച്ച ദിവസമായി, അതുകൊണ്ട് നമ്മൾ ഉള്ളിടത്തോളം ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഈ പരിപാടി കാണിച്ചു തരാം, എന്നിട്ട് നമുക്കൊക്കെ സംസാരിക്കാം. അങ്ങനെ വരെയും ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ഇത് മിസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഐ ഗെസ് ഇറ്റ്സ് ഗുഡ് ടു നോ ദാറ്റ് യുനോ ഇത് രണ്ടും ഉണ്ടല്ലോ എന്നുള്ളത്. രണ്ടിൻ്റെയും റിക്വയർമെൻറ്റ്സും രണ്ടിൻ്റെയും റിയാലിറ്റിയും ഭയങ്കര വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് ഇല്ലാണ്ടായി പോയാൽ മറ്റേത് എന്നും ഉണ്ടാവും എന്നുള്ളതിൽ നിന്ന് എന്തോ ഒരു സെക്യൂരിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. കാര്യം അതിൽ നിന്ന് പൈസ ഉണ്ടാക്കലും അതുകൊണ്ട് മാത്രം ജീവിച്ചു പോലൊന്നും പ്രാക്ടിക്കൽ ആയിരിക്കില്ല. എങ്കിലും നോബഡി ക്യാൻ ടേക്ക് ദാറ്റ് അവേ ഫ്രം യു എന്നുള്ള ഒരു സെക്യൂരിറ്റി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നെയൊക്കെ. റോഷൻ തിയേറ്ററിൽ പ്ലേസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ ഡയറക്ടോറിയൽ പ്ലാൻസ് ഉണ്ടോ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒക്കെ? ഞാൻ ഇപ്പോഴും എന്തെങ്കിലും ഒരു കഥ എനിക്ക് പറയാനൊരു കഥയുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും അത് കുറച്ചൊക്കെ ഒരു നാടകമായിട്ടാണ് ഇമാജിൻ ചെയ്യുന്നത് ആദ്യം. അത് ഡിഫോൾട്ടായിട്ട് അങ്ങനെ എനിക്ക് ഷോർട്സ് അല്ല മനസ്സിൽ വരുന്നത് അല്ല. അത് എനിക്ക് തോന്നുന്നു കൂടുതലും സിനിമയിൽ ആക്ടേഴ്സായിട്ട് തന്നെ നിൽക്കുകയാണല്ലോ. ഒരു പോയിന്റ് ഇപ്പോഴൊക്കെ ഞാൻ എത്തി നിൽക്കുന്ന ഒരു പോയിന്റിൽ എനിക്ക് കുറേയും കൂടെ ഇൻവോൾവ് ചെയ്യാം. അപ്പോൾ പ്രോസസ്സിനെ പറ്റിയിട്ടൊക്കെ കുറേ കൂടുതൽ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞൊരു ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള സിനിമകളിലൊക്കെ കുറേയും കൂടി ഇൻവോൾവാണ്. അതുവരെയുള്ള സമയത്ത് പ്യുവർലി ആ ടേക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് മാത്രമായിരുന്നു പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷെ നാടകത്തിൽ നമ്മൾ ആദ്യത്തെ നാടകം ചെയ്തു തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ എല്ലാ ആംഗിളിലും ഇൻവോൾവാണ്. കാരണം അത്രയും പേരേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സും ഒരു ഡയറക്ടറും പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ വന്ന് കയറുന്ന ഒരു ലൈറ്റ് മാനോ അല്ലെങ്കിൽ ഒരു ആർട്ട് അസിസ്റ്റന്റ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിങ്സ് മൊത്തം അറിയാം. പുറത്ത് ആൾക്കാർ കാണുന്ന ഒരു സാധനത്തിൻ്റെ കൂടെ തന്നെ ബാക്ക് സ്റ്റേജ്, അബവ് ദ സ്റ്റേജ്, അറ്റ് ദ ലൈറ്റിംഗ് കോൺസോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എല്ലാവർക്കും അറിയാം. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സിനും എല്ലാവർക്കും അതറിയാം. ഇപ്പം എസ്പെഷ്യലി അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ ഉള്ള ഒരാളാണെങ്കിൽ അത് പിക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഏതെങ്കിലും 1-2 നാടകങ്ങളിൽ പോയി അഭിനയിച്ചാൽ മാത്രം മതി. ശരിക്കും പറഞ്ഞ ഒരു നാടകം ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് അത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒക്കെ അതിൽ നിന്ന് കിട്ടും. പക്ഷെ 1-2 സിനിമകളിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രം നമുക്കത് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോഴും ഇമാജിൻ ചെയ്യുന്നത് കൂടുതലും നാടകമായിട്ടാണ്. ഞങ്ങളിവിടെ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ഇപ്പം ഈയിടെയായിട്ട് നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാർ ഫിലിം മേക്കേഴ്സായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും കുറേയും കൂടെ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സും വേറെ പെർസ്പെക്റ്റീവുള്ള ആക്ടേഴ്സും കുറേ പേര് നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ ഉള്ളതുകൊണ്ട് ഇപ്പം പതുക്കെ അങ്ങനെ ഡിസ്കഷൻസ് തുടങ്ങുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഇല്ല, ഇത് ശരിക്കും ഒരു സിനിമയായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളൊരു നാടകം ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഇത് ഈ കഥ ശരിക്കും നമ്മൾ സിനിമയായിട്ട് ചെയ്യണമായിരുന്നു. കാരണം ഇത് നാടകമായിട്ട് ചെയ്തപ്പോൾ ഇത് വന്ന് കണ്ട ആൾക്കാരൊക്കെ ഇത് ഓൾറെഡി അറിയാവുന്നവരാണ്.
അപ്പം നമ്മൾ ബേസിക്കലി കഥ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സാധനം എത്തേണ്ടത് കുറച്ചും കൂടെ വൈഡായിട്ടുള്ളൊരു ഓഡിയൻസ്. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടന്നൊരു വണ്ടിയിൽ കയറി നാടകം എല്ലായിടത്തും ചെയ്ത് എല്ലാവരെയും കാണിക്കണം, അല്ലെങ്കിൽ നമ്മൾ സിനിമയായിട്ട് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് സിനിമയായിട്ട് ചെയ്താൽ എങ്ങനെ ആയിരിക്കും, നമ്മൾ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ആലോചനകളൊക്കെ ഒരു സൈഡിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും, നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ഇപ്പോൾ കൂട്ടുകാർ കുറച്ച് പേരൊക്കെ രാജേഷ് മാധവനൊക്കെ ഓൾറെഡി ഡയറക്ടർ ആയല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് അല്ല. അപ്പോൾ ആക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ തിയേറ്ററിൽ എല്ലാം ഒബ്സർവ് ചെയ്യാനും പിക്കപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷെ റോഷൻ ഒരു ആക്ടറായിട്ട് ഒരു പടത്തിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒന്നാമത് ആ ഒരു ഇക്വേഷനൊക്കെ ഉള്ള ഒരു ഡയറക്ടർ ആണെങ്കിൽ പിന്നെ എനിക്ക് ഒരാളുടെ ആസ് എ ഡയറക്ടർ ഒരാളുടെ പ്രോസസ്സൊക്കെ ഭയങ്കര വർക്കിംഗ് രീതിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ പോയിരിക്കും. എന്നിട്ട് അവർ ഫുള്ളി ഫ്രീ ആണെന്നൊക്കെ തോന്നുന്നു. ഫുള്ളി ഫ്രീ ആയിട്ടുള്ള സമയമൊന്നും കിട്ടൂല, പക്ഷെ അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനോ, അല്ലെങ്കിൽ എനിക്കത് ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ച് വെറുപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അത് എനിക്കറിയില്ല ഇതിങ്ങനെ ഒരാൾ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണോ എന്ന് അറിയില്ല. ഐ തിങ്ക് എസെൻഷ്യലി നമുക്കൊരു വിഷൻ ഉണ്ടാവണം. ഞാനിത് എനിക്ക് പറയേണ്ട കഥ ഇതാണ് എന്നുള്ള ഒരു എസെൻഷ്യൽ വിഷൻ ഉണ്ടാവണം. അത് എവിടെയോ ഉണ്ട് എന്ന് എനിക്കറിയാം. പിന്നെ ബാക്കി ഈസ് ലേണിംഗ് ദ മീഡിയം. ഇപ്പോൾ വേറെ ഒരു കുറച്ച് ആളായിട്ട് റോഷൻ തന്നെ ഇതൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ താടി റോഷൻ എന്നുള്ളൊരു പേര് ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് നടന്മാർ ഇപ്പോൾ ലാലേട്ടനും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ സ്ഥിരമായിട്ട് താടി വെച്ച് അഭിനയിക്കുന്നത്. റോഷനാണ് ഈ പേര് വീണിരിക്കുന്നത്. അത് ഒരു ബാധ്യതയായിട്ടോ അല്ലെങ്കിൽ അത് മാറ്റണമെന്നോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ട്. അത് മാറ്റണം തോന്നുന്നുണ്ട്. അടുത്ത് ചെയ്യുന്നത് പോലീസോടാ. എന്തായാലും താടി പറ്റില്ല. തലയ്ക്ക് പോകാൻ മാറിയിട്ടിരിക്കുന്ന പോലീസുകാരനല്ല. ആദ്യം ഒന്ന് പേടിച്ചു. ഇല്ല, അപ്പോൾ താടി എന്തായാലും മാറ്റും. അല്ല, എനിക്ക് ബോറടിച്ചു ബേസിക്കലി. എനിക്ക് ഈ ആൾക്കാർ പറയുന്നത് തന്നെ അങ്ങനെ ബോധർ കിട്ടുന്നില്ല. സത്യമായിട്ടും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴും ഒന്ന് സ്വാഭാവികമായിട്ടും ഒരു ഡയറക്ടർ വന്നിട്ട് ഈ പരിപാടിക്ക് താടി മാറ്റണം എന്ന് പറഞ്ഞാൽ പറ്റൂല, താടിയിൽ ഞാൻ തൊടൂല എന്ന് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അത് എനിക്കറിയാം. അപ്പോൾ ഏത് ഡയറക്ടർ ആയാലും വന്നിട്ട് ഇന്ന ലുക്ക് നമുക്ക് വേണമെന്ന് പറഞ്ഞാലും നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് ഡെഫിനറ്റ്ലി നമ്മുടെ ബേസിക് ജോലിയാണ് അത്. ഡയലോഗ് പഠിക്കുന്നതിനെക്കാട്ടിലും ബേസിക് ജോലിയാണ്. അപ്പം അതെന്നും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് എന്നാലും ഇതെങ്ങനെ സംഭവിച്ചത്? അതെനിക്ക് തോന്നുന്നു രജിസ്റ്റർ ആയിട്ടുള്ള പടങ്ങൾ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ മറ്റേ പൂക്കാലം എന്ന് പറഞ്ഞ പരിപാടി, തെക്കൻ തല്ലി കേസ്, നീല വെളിച്ചം, ആണും പെണ്ണും, പോച്ചർ, ഈ ആനന്ദത്തിന്റെ സെക്കൻഡ് ഹാഫ്, ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ആക്ച്വലി താടി ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ രജിസ്റ്റർ ആയിട്ടുള്ളത് കൂടുതലും താടിയുള്ള പടങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ എനിക്ക് തോന്നുന്നു കുറച്ച് ചുരുണ്ട മുടിയും താടിയും പിന്നെ ചില പെർട്ടിക്കുലർ ഫേസ് ഷേപ്പുകൾക്കൊക്കെയാണ് ഇങ്ങനൊരു സാധനം. ഞാൻ ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ട്, ചുരുണ്ട മുടിയുള്ള ആൾക്കാരെ എല്ലാവരും എപ്പോഴും പറയും എല്ലായിടത്തും ഒരേ ലുക്ക് തന്നെയാണ്, ഇത് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് മാറ്റിപ്പിടിക്കാം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉദ്ദേശിക്കുന്നത് ഇത് ബ്ലോഡർ ചെയ്ത് നമുക്ക് സ്ട്രെയിറ്റ് ആക്കാം മുടി എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് മുടിയുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ ചുരുണ്ട മുടിയാക്കാൻ അങ്ങനെ ആലോചിക്കാറില്ല. ഏതെങ്കിലും ഒരു പരിപാടിയിൽ അങ്ങനെ റെയറായിട്ട് ചെയ്ത് കിട്ടിയാലേ ഉള്ളൂ. അപ്പോൾ എവിടെയോ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഡിഫറൻസും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എനിക്ക് ബേസിക്കലി സംഭവിച്ചിരിക്കുന്നത്, നമുക്കൊരു ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നതൊക്കെ ഈ ക്യാരക്ടറാണ് ഞാനെങ്കിൽ ഹൗ വുഡ് ഐ പ്രസൻറ്റ് മൈസെൽഫ് എവറി ഡേ ലൈഫിൽ, ഞാൻ എന്നെ എങ്ങനെ ഗ്രൂം ചെയ്ത് കൊണ്ട് നടക്കുമായിരുന്നു, ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള സാധനം എന്താണ് എന്ന് വെച്ചാൽ എൻ്റെ ഫേഷ്യൽ സ്ട്രക്ചറും എൻ്റെ ഷേപ്പും എൻ്റെ ലുക്കും ഒക്കെ എനിക്കറിയാം. അപ്പം ഞാൻ എങ്ങനെയായിരിക്കും എന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള സാധനം, അതിന് ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി നോക്കുക എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഐ റീച്ച്ഡ് എ പോയിന്റ് വെയർ താടിയുള്ളൊരു പരിപാടി ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ബോറടി തോന്നും. അപ്പം എനിക്കത് ഷോട്ടിന് ജസ്റ്റ് മുമ്പ് പോകുമ്പോൾ മിററിൽ നോക്കുമ്പോൾ എനിക്കും ഒരു സെയിം എന്നുള്ളൊരു സാധനം ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് മാറ്റാനുള്ള പരിപാടികൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അത് മാറ്റി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പോച്ചറൊക്കെ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു ആ രീതിയിൽ. എനിക്കും അത് 3-4 മാസം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ നാൾ ഷൂട്ട് ചെയ്തിട്ടും ഈ പറഞ്ഞ പോലെ ഷോട്ടിന് അവസാനം വരെയും ഷോട്ടിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ മിററൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റില്ല് കാണുമ്പോൾ
വേറൊരാളെ പോലൊക്കെ തോന്നുന്നത് എൻജോയബിളാണ് ആസ് എൻ ആക്ടർ. അപ്പം അങ്ങനെ ഒരു തോട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പോലീസ് പടം വരുന്നു. ഇപ്പോൾ പോച്ചർ പോലെ ഇപ്പോൾ ലോങ് ഫോമാറ്റ് വെബ് സീരീസിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു മെറ്റീരിയൽ കിട്ടുകയാണല്ലോ ആസ് എൻ ആക്ടർ വർക്ക് ചെയ്യാൻ. ഇപ്പോൾ ക്യാരക്ടറിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ സിനിമയിലെ 3 മണിക്കൂറിലോ 2.5 മണിക്കൂറിലോ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ വരുമ്പോൾ റോഷൻ്റെ അപ്രോച്ച് വ്യത്യാസമാവാറുണ്ടോ? കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാറുണ്ടോ? ഇല്ല, എൻ്റെ അപ്രോച്ച് സെയിമാണ്. ഞാനിപ്പോൾ 2-3 സീരീസ് ആക്ച്വലി തീർത്തിട്ടുണ്ട്. ഒരെണ്ണം പോച്ചർ വാസ് മൾട്ടി ലിംഗ്വൽ, ഒരെണ്ണം ഫുള്ള് ഹിന്ദിയിലാണ്, ഒരെണ്ണം ഫുള്ള് തമിഴിലാണ്. മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇതുവരെ ഒരു ഫുൾ സീരീസ് ചെയ്തിട്ടില്ലാത്ത. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തിരുന്നു. അത് നീ വന്ന് അഭിനയിച്ചില്ലെങ്കിൽ ഞാൻ അഭിനയിക്കേണ്ടി വരുവാടാ എന്ന് ശ്രീധരൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അത് പക്ഷേ രസമായിരുന്നു. റോഷനെ കാണാത്തൊരു രീതിയിലാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു അവസാനം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനും ഈ ചോദ്യം ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളത് കൊണ്ടേ ഞാനും ഇങ്ങനെ ആലോചിച്ചു എൻ്റെ അപ്രോച്ചിൽ എന്തെങ്കിലും മാറുന്നുണ്ടോ. ഇല്ല, നമ്മുടെ അപ്രോച്ച് എപ്പോഴും സെയിം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന അഡാപ്റ്റേഷൻ ആക്ച്വലി ഒന്നെങ്കിൽ മെറ്റീരിയലിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻ, അല്ലെങ്കിൽ ഡയറക്ടറുടെ മേക്കിംഗ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻ, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ആക്ടർ സൈഡിൽ കൂടുതൽ മെറ്റീരിയൽ ഉള്ളത് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അത് ഹെൽപ്പ് ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ലീഡ് അല്ല ഒരു പ്രോജക്റ്റിൽ ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഞാൻ രണ്ടും ഇപ്പോഴും മാറി മാറി ചെയ്യാറുണ്ടല്ലോ. ഞാൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടും ക്യാരക്ടേഴ്സ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്യുവർലി ഒരു ക്യാരക്ടർ റോളും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു പടത്തിനെ ക്രിസ്പാക്കാൻ, അല്ലെങ്കിൽ ഒരു പടത്തിനെ കുറച്ചും കൂടെ സ്ട്രീം ലൈൻഡ് ആക്കാൻ, അല്ലെങ്കിൽ എഡിറ്റിൻ്റെ സമയത്ത് ഭയങ്കര റാൻഡമായിട്ട് ഇതിന് നീളം കുറയ്ക്കാം എന്നൊരു സജഷൻ, ഒരു തോട്ട് എവിടെയും തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഫസ്റ്റ് സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത് ക്യാരക്ടേഴ്സാണ്, സൈഡിലുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ പല സിനിമകളും ഇപ്പം നമ്മൾ ബിക്കോസ് വി ബിൻ ട്രൈങ് ടു മേക്ക് അവർ ഫിലിംസ് ക്രിസ്പർ ആൻഡ് ഷോർട്ടർ ആൻഡ് ഫാസ്റ്റർ, നമ്മുടെ ക്യാരക്ടേഴ്സ് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുതുന്നവർക്ക്. യു വിൽ നോ ദിസ് ബെറ്റർ. ഒരു ക്യാരക്ടറിന് പ്രൊട്ടാഗണിസ്റ്റ് ഒഴിച്ച് മറ്റൊരു ക്യാരക്ടറിനൊരു ഫുൾ മീനിങ് ഫുൾ ജേർണി കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല. ഇപ്പോൾ ഞാനൊരു തവണ എഴുതി കഴിഞ്ഞിട്ട് ആ മൊത്തം ക്യാരക്ടറിനെ എടുത്ത് കളഞ്ഞാലോ എന്നൊക്കെ ആലോചിക്കും. പിന്നെ അയ്യോ അത് പറ്റില്ല, ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പ്രൊട്ടാഗണിസ്റ്റിന്റെ തന്നെ കഷ്ടിച്ചാണ് കയറുന്നത്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിന് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ചെല്ലുമ്പോൾ ഇതൊക്കെ ഒരു റൈറ്ററുടെയോ ഡയറക്ടറുടെയോ ഇമാജിനേഷനിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതില്ലാതെ ഇത് എഴുതാൻ പറ്റൂല. അപ്പോൾ ഈ സാധനം മൊത്തം നമുക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ നമ്മൾ കൂടെ ഇരുന്ന് ബിൽഡ് ചെയ്യും. ഇതിനൊരു ബാക്ക് സ്റ്റോറിയും ഇതിനൊരു എൻഡിങ്ങും. അപ്പോൾ അതിനുള്ളിൽ നിന്നിട്ട് ഇയാളുടെ ജേർണി ഇതൊക്കെയാണ് നമ്മൾ ബിൽഡ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ അവിടെ കൊണ്ടുവന്ന് പെർഫോം ചെയ്യുമ്പം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിലും, നമുക്കിത് മീനിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, പലപ്പോഴും ഷൂട്ടിൽ ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, എഡിറ്റിൽ ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ കണ്ടു കഴിയുമ്പോൾ ഇതിന് തലയും വാലും ഉണ്ടാവില്ല. അപ്പോൾ ആ ക്യാരക്ടർ ഭയങ്കര റാൻഡമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ബാഡ്ലി റിട്ടൺ അല്ലെങ്കിൽ ബാഡ്ലി പെർഫോംഡ് സാധനമായിട്ട് മാറും. ഇത് കുറച്ചും കൂടെ സീരീസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രീതിങ് സ്പേസ് ഉണ്ട്, എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു മീനിങ് ഫുൾ ജേർണി ഉണ്ടാവാൻ. അപ്പം അതുകൊണ്ട് എനിക്കൊന്ന് ഒരു ആക്ടറായിട്ടൊക്കെ ഒരു സാധനം ചെയ്യുമ്പോൾ ഐ തിങ്ക് മേ ബി എ സീരീസ് ഇസ് എ ലോട്ട് മോർ സാറ്റിസ്ഫൈങ് ആ രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ സീനിലും നമ്മുടെ ഉദ്ദേശം ഇത് തന്നെയാണ്, ഈ കഥ മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മുടെ ഡയലോഗ് മൊത്തം പ്ലോട്ട് ലൈൻസ് ആയിരിക്കും. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് കണ്ടുപിടിച്ച് നമുക്ക് അതിനെ ലെയർ ചെയ്യാം, നമുക്ക് എക്സൈറ്റിംഗ് ആക്കിയിട്ട് ചെയ്തു വെക്കാം. ആൾക്കാർക്ക് കാണുമ്പോൾ ചിലപ്പോൾ നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, സിനിമയുടെ കഥ മുമ്പോട്ട് പോകുന്നുണ്ട്. സോ യുവർ ജോബ് ഹാസ് ബീൻ അച്ചീവ്ഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആക്ടിങ് പെർസ്പെക്റ്റീവ് നിന്ന് വ്യത്യാസം തോന്നിയിട്ടുള്ളത് ഇത് മാത്രമാണ്, അല്ലാതെ വേറെ നമ്മൾ ചെയ്യുന്ന പണി സെയിം. ഇപ്പോൾ വാലാട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ ലീഡ് റോൾ വോയിസ് ചെയ്തിരിക്കുന്ന റോഷനാണ്. ഒരു ഡോഗിന്, ഒരു പട്ടിക്ക് ശബ്ദം എടുത്തിരിക്കുകയാണ്. അത് അധികം ആർക്കും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് എത്രത്തോളം എക്സൈറ്റിങ്ങും ചാലഞ്ചിങ്ങും ആയിരുന്നു. ഞാൻ അതിനുവേണ്ടി മാത്രം ചെയ്തതാണ്. ഇത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇനി എന്നായിരിക്കും കിട്ടുന്നത് എന്നാലോചിച്ച്. എനിക്ക് ഈ കുഞ്ഞിലെ മുതൽ ആനിമേഷൻ പടങ്ങൾ ഞാൻ ഒരു പോയിന്റിൽ ഒരുപാട് കാണുമായിരുന്നു. ഇപ്പൊ എനിക്ക് തീരെ വർക്കാവാറില്ല. അത് എവിടെയോ നിന്നുപോയി, ആ ബ്രെയിനിന്റെ ആ ഭാഗം റിമൂവ് ചെയ്യപ്പെട്ട പോലെയാണ്. പറ്റൂല. ഒരു പോയിന്റിൽ ഒരുപാട് കാണുമായിരുന്നു. അപ്പൊ അന്ന് ഐ യൂസ് റിയലി എൻജോയ് ഹൗ മച്ച് ലൈഫ് ഈ ഡബ് ചെയ്യുന്ന ആൾ ഇതിലേക്ക് എന്തോരം ലൈഫാണ് കൊണ്ടുവരുന്നത്. പിന്നെ അതിൽ പല കാര്യങ്ങളും മനസ്സിലാവുന്നത്. ഇപ്പൊ അവതാർ പോലത്തെ സാധനങ്ങളൊക്കെ അവർ ഡബ് ചെയ്യുക മാത്രമല്ല, അവർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നതെന്നും അത് മറ്റേ ഇതേതാ ലോർഡ് ഓഫ് ദി റിംഗ്സിലെ ഡ്രാഗൺ ബെനഡിക്ട് കംബർബാച്ച് തന്നെയാണ് ആക്ച്വലി എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഡയലോഗിലൂടെ മാത്രം.
അപ്പോൾ വാലാട്ടിയിൽ ഡെഫിനറ്റ്ലി ഫുൾ പടം റെഡിയായി കഴിഞ്ഞിട്ട് ഡയലോഗ് മാത്രം ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആയിരുന്നു എൻ്റെ. ഞാൻ തുടക്കം മുതൽ സിനിമയിൽ ഇൻവോൾവ് ആയിരുന്നില്ല. പക്ഷെ അവർ ആദ്യമേ റോഷനെ തന്നെയാണോ തീരുമാനിച്ചിരുന്നത് അതോ? ഇല്ല, ആദ്യം എനിക്ക് തോന്നുന്നു അങ്ങനെ ഡയലോഗുകളെ വേണ്ട എന്നുള്ളൊരു മൂഡിലോ മറ്റോ ആണ് ദേവൻ ആദ്യം പടം തുടങ്ങുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നമുക്ക് ഇത് വെച്ച് പട്ടികളെ ക്യാപ്ചർ ചെയ്ത് തന്നെ കഥ കൊണ്ടുപോകാം എന്നുള്ള മൂഡിലായിരുന്നു. പിന്നെ അതിൽ ഡയലോഗുകൾ ആഡ് ചെയ്യുമോ അങ്ങനെ എന്തോ ആണ് സംഭവിച്ചത്. അപ്പോൾ ഈ അതിൻ്റെ ലിപ്സ് അതായത് ആനിമേറ്റ് ചെയ്യണമെന്നുള്ള തീരുമാനം ആദ്യം ഉണ്ടായിരുന്നില്ല. നമുക്കുള്ള വിഷ്വലിൽ തന്നെ ഫിറ്റ് ചെയ്ത് പോകാം, ഒരു തോട്ട് വോയിസ് മൈൻഡ് വോയിസ് പോലെ. പിന്നെയാണ് ലിപ്സിൻ്റെ ആനിമേഷനും പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് പ്യുവർലി ഇത് തന്നെയായിരുന്നു. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇനി എന്ന് വരുമെന്ന് അറിയില്ല, എനിക്കിത് ട്രൈ ചെയ്ത് നോക്കണം ഇതെന്തായിരിക്കും എന്നുള്ളത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്ത് ഐ ഹാഡ് ഫൺ, ദേവൻ ഓൾസോ ഹാഡ് ഫൺ. ഞങ്ങൾ ഡബ് ചെയ്ത ജോസും ഇവിടെ ഏരീസിൽ വി ഓൾ ഹാഡ് ഫൺ. അങ്ങനൊരു പരിപാടിയേ ഉള്ളൂ അതിൽ. അത് ആ ലിപ്പ് ആനിമേഷൻ ചെയ്തതിന് ശേഷമാണോ ഡബ് ചെയ്തത് അതോ? അല്ലല്ല, ആദ്യം ഡബ് ചെയ്തതിനനുസരിച്ച് ലിപ്പ് ആനിമേഷൻ ചെയ്യാം. പക്ഷെ ഈ പട്ടികളുടെ ചില ഷോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും ഇമോഷൻ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഇവരുടെ മാനറിസംസ്, ഇത് ഒബ്വിയസ്ലി വെൽ ട്രെയിൻഡ് ഡോഗ്സ് ഒക്കെ തന്നെയായിരുന്നു ചെയ്തത്. പിന്നെ ഭയങ്കര പേഷ്യൻ്റ് ആയിട്ട് അവർ ഫിലിം ചെയ്തു. അപ്പോൾ ചില സാധനങ്ങളിലൊക്കെ നമുക്ക് തോന്നുന്നു ഇതിൽ ലിപ്പൊന്നും ചെയ്യേണ്ട, അതോ ഇതിൽ ഡയലോഗ് പോലും വേണ്ട, അത് മൊത്തം അവിടെ ഉണ്ട് എന്നുള്ളത് തോന്നിയിട്ടുള്ള ഷോട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. രസമായിരുന്നു അത് പരിപാടി. വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെന്റ്. റോഷൻ ഒരുപാട് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേരുടെ പേര് പറയാം, അവരുടെ കൂടെ ഉള്ള ആക്ടിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ടേക്ക് അവേ എന്താണെന്നുള്ളതൊന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ പടത്തിൽ മമ്മൂക്കായിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് അനക്ഡോട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഞാൻ ആദ്യം പുതിയ നിയമത്തിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ലിറ്ററലി ഫസ്റ്റ് പടം, അതിന് മുമ്പ് ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ അങ്ങനെ അഭിനയിച്ചിട്ടില്ല എന്നുള്ള മൂഡിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത 1-2 സാധനം നമുക്ക് ഇല്ലാത്ത സീൻസ്, ഞാനും അനിലും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ നമ്മൾ സിനിമയിൽ കാണുന്ന അഭിനയം പോലെ തോന്നുന്നില്ല. അപ്പോൾ എന്തോ ശരിയായില്ലേ എന്നുള്ളൊരു ഫീലിംഗ്. അപ്പം പോയി മോണിറ്ററിൽ നോക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, അല്ല ഇത് സിനിമയാണല്ലോ, ഇത് ഇനി ഒരുപാട് പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ഇത് സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഇനി എഡിറ്റിംഗ് ഉണ്ട്, ഇതിൽ ഡബിങ് ഉണ്ട്, പിന്നെ സൗണ്ടിൽ അവർ എന്തൊക്കെയോ ചെയ്യും. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആ സിനിമ കാണുന്ന ആ സ്മൂത്ത്നെസ് ഇതിന് വരുമായിരിക്കും. അപ്പോൾ ചെയ്തത് അത്ര ഒരു സുഖം തോന്നിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ടേക്ക് ഇരിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ആദ്യത്തെ 2 ദിവസം അഭിനയിച്ചു. 3-ാമത്തെ ദിവസം മമ്മൂക്കായിട്ടുള്ള കോമ്പറ്റീഷൻ സീൻ. ഫസ്റ്റ് അപ്പോൾ ആദ്യമായിട്ട് മമ്മൂക്കായിട്ട് ചെയ്യുന്ന ഷോട്ട്, ഞാൻ ഇങ്ങനെ ഒരു ടെറസിലേക്ക് നടന്നു വരുമ്പോൾ മമ്മൂക്ക നടന്ന് പോവുക അവിടുന്ന്. അപ്പോൾ ജസ്റ്റ് മമ്മൂക്ക എക്സിറ്റ് ആവാറാകുമ്പോൾ ഞാൻ കയറി വരും, അദ്ദേഹം എൻ്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞിട്ട് പോവാം. എനിക്ക് മറുപടിയില്ല, ഞാൻ അത് കേട്ട് നിന്നാൽ മതി. അപ്പോൾ എൻ്റെ ഒരു സജഷൻ ഷോട്ടാണ് വെച്ചിരിക്കുന്നത്, മമ്മൂക്കായിട്ടുള്ള ആദ്യത്തെ ഷോട്ട്. നമുക്ക് വന്നിട്ട് ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സിനിമയെ കാണുന്ന പോലെ തന്നെ ആ മറ്റേ ഈ പറഞ്ഞ സ്മൂത്ത്നെസ്സും അതിൻ്റെ ഫിനിഷും എല്ലാ പരിപാടിയും ഉണ്ട്. അതിലിനി തുടരണ്ട, ഇത് നേരെ എടുത്ത് സ്ക്രീനിൽ നോക്കാം. അപ്പോഴെനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടിയല്ല, ഇത് വേറെയാണ്, നമുക്ക് കിട്ടിയിട്ടില്ല ഈ സാധനം, ആ 2 ദിവസം തെറ്റായിരുന്നു എന്ന്. അതാണ് എൻ്റെ അതായത് ആ സിനിമയിലൊക്കെ എസ്പെഷ്യലി ഇറ്റ് ഫെൽറ്റ് ലൈക്ക് മമ്മൂക്കയ്ക്ക് ഡയലോഗ് തെറ്റിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ തെറ്റൊന്നും അതിൽ കാണാനില്ല. ഇത് ഇത്രയും നാച്ചുറലായിട്ട് ഇത്രയും പെർഫെക്ഷൻ എങ്ങനെ വരുന്നു എന്ന് ഐ വാസ് ഡം ഫൗണ്ടഡ്. നമുക്ക് കണ്ട് പഠിച്ചു എന്നൊക്കെ ആൾക്കാർ പറയില്ലേ, പഠിക്കാനൊന്നും പറ്റില്ല, അത് കണ്ട് മനസ്സിലാവില്ല നമുക്ക്. അങ്ങനെ ഒരു സാധനമായിരുന്നു. ആലിയ ഭട്ട്. ആലിയ ഈസ് ബ്രില്യൻറ്റ് പെർഫോമർ. അതായത് ഈ ഞങ്ങൾ അവിടെ ഡാർലിങ്സ് ചെയ്ത സെറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആക്ടേഴ്സ് വരുന്നതിന് മുമ്പ് ADസിനെ വെച്ചിട്ട് സീൻ ഫുള്ള് ബ്ലോക്ക് ചെയ്യും. അതായത് ആരെവിടെ നിൽക്കുന്നു, ആരെവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, കൊറിയോഗ്രാഫി മുഴുവൻ സെറ്റ് മൊത്തം ഡാൻസ് പോലെ. അപ്പം എനിക്കിത് ഭയങ്കര സ്റ്റൈഫ്ലിംഗ് ആയിരുന്നു. എനിക്ക് ഇങ്ങനല്ലല്ലോ ചെയ്യേണ്ടത്, ഞങ്ങളല്ലേ വന്നിട്ട് ഇതാണ് ബ്ലോക്കിംഗ് എന്ന് നിങ്ങളെ കാണിച്ചു തരണം എന്നുള്ള മൂഡിലൊക്കെ. അപ്പം ഞാൻ ഇതിന് മറ്റേ വിപ്ലവം എന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ച് ക്യാരവന് പോകില്ല, ഞാൻ സെറ്റിൽ തന്നെ ഇരിക്കും. എന്നിട്ട് മറ്റേ ADs വരുമ്പോൾ ഞാൻ ഇല്ല, എൻ്റെ ക്യാരക്ടർ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്തോളാം എന്ന് പറയും. പക്ഷേ എങ്കിലും നമ്മൾ ADസിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ഞാൻ വിട്ടു. ആലിയയിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ആലിയ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് പോയിന്റ് A to പോയിന്റ് B ആണ് നടക്കുന്നത്, അതിനുള്ള ഡയലോഗ് പറയണം എന്നുള്ളതിൽ എനിക്ക് പക്ഷേ ഇതെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് തോന്നുന്നിടത്ത് ആലിയയ്ക്ക് ഒരു 100 ഓപ്ഷൻസ് ഉള്ളതുപോലെ തോന്നും. പോയിന്റ് A to പോയിന്റ് B ആലിയ പോവും, ആൻഡ് ഷീ വിൽ ടേക്ക് ദ ഡയലോഗ് ഇൻ ദാറ്റ് വാക്ക്.
പക്ഷെ അതിനിടയിൽ വേറെ ഒരു 6-7 കാര്യങ്ങളും കൂടി ചെയ്യും. ലൈക്ക് അത് ഇവിടുന്ന് കിട്ടി, അതെന്താണ്, അതെനിക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആലിയനെ വാച്ച് ചെയ്തിട്ടാണ് ഐ റിയലൈസ് എൻ്റെ ഈ ബ്ലോക്ക് ഞാൻ മാറ്റണം. അതായത് എനിക്കിവിടെ ഓപ്ഷൻസ് ഒന്നും ചെയ്യാൻ ബാക്കി ഇവർ വെച്ചിട്ടില്ല എന്നുള്ള തോട്ട് കട്ട് ചെയ്യണം, എങ്കിൽ അതിനകത്ത് ചെയ്യാൻ സാധനങ്ങൾ. അപ്പോൾ പിന്നെ അത് മാറി തുടങ്ങി. സോ ഐ യൂസ് ടു റിയലി കീൻലി വാച്ച് ഹർ basically for inspiration actually. അത് ഭയങ്കര പൊളിയാണ്. ആൻഡ് ലൈക്ക് whenever she finds an opportunity അത് ഇമ്മീഡിയറ്റ്ലി റിഹേഴ്സലിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യും. ചിലതൊക്കെ ഇല്ല, അപ്പം തന്നെ കളയും. അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു ആക്ടറാണ് ടു വാച്ച്. പൃഥ്വി ഈസ് അഗൈൻ ലൈക്ക് ഡിസിപ്ലിൻ ആൻഡ് പെർഫെക്ഷൻ എന്നുള്ള സാധനം ഹാസ് ഓൾവേസ് ഇൻസ്പയർഡ് മീ. എനിക്ക് അതിന് പകരം വെക്കാൻ വേറൊരു സാധനമില്ല. എല്ലാവരും പറയുന്ന ഇത് തന്നെയാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ബിക്കോസ് അത് ഏറ്റവും ഒബ്വിയസ് ആയിട്ട് ഏറ്റവും ദൂരത്ത് നമ്മൾ കുരുതി എന്ന് പറയുന്ന പടം ഷൂട്ട് ചെയ്യുമ്പോഴാണ് ആക്ച്വലി മോർ ദൻ കൂടെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു എൻ്റെ സീൻസ് പൃഥ്വിയുടെ കൂടെ കുറവായിരുന്നു. കുരുതിയുടെ സമയത്തൊക്കെ ലൈക്ക് സ്വന്തം സീൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന സമയത്ത് സെറ്റിലുണ്ടാവും. ഷൂട്ട് തീരുന്നവരെ എത്ര നീണ്ട ഷിഫ്റ്റ് ആണെങ്കിലും എത്ര ടയറിങ് സീൻസ് ആണെങ്കിലും ആ മനുഷ്യനിലൊരു എനർജി ഡ്രോപ്പ് നമ്മൾ കാണൂല. ഒരു സാധനം അച്ചീവ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അത് അച്ചീവ് ചെയ്തിട്ടേ പോവുള്ളൂ. ഡയലോഗ്സ് മെമ്മറൈസ് ചെയ്യുന്നത് പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ഡയലോഗ്സ് പുള്ളിക്ക് അറിയാം. എല്ലാ പരിപാടിയും അറിയാം. അതിനകത്തുനിന്ന് ഒരു കോമ പോലും മാറിപ്പോകില്ല. അപ്പം അതൊക്കെ ഞാൻ സ്ട്രൈവ് ചെയ്യാറില്ല, എനിക്കത് വേണ്ട. പക്ഷേ ഈ ഡിസിപ്ലിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എപ്പോഴും പൊതുവെ ആർട്സ് എവിടെ ആയാലും, നാടകമായാലും സിനിമയായാലും എഴുത്തായാലും ജനറലി ഒരു ഐഡിയ ഉണ്ടല്ലോ ദാറ്റ് ഇൻഡിസിപ്ലിൻ ഇവിടെ ഓക്കെയാണ്. ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ഇൻഡിസിപ്ലിൻ ഇസ് സെലിബ്രേറ്റഡ്. എന്നുവെച്ചാൽ ഇയാള് അതായത് നമ്മൾ താടിയൊക്കെ വളർത്തി കുളിക്കാതെ എന്ന് തോന്നിക്കുന്ന എന്നുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ എവിടെയോ നമുക്കൊരു വിശ്വാസം തോന്നും നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കും. അത് എവിടുന്നോ പണ്ട് മുതലേ വന്നിട്ടുള്ള ഒരു നോഷൻ വന്നിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന വേറൊരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് നോട്ട് ജസ്റ്റ് ആക്ടർ, ഈസ് ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ സമയവും എനർജി ഉണ്ടാവുന്നത് തന്നെ അറിയില്ല. പക്ഷെ യു വിൽ നെവർ സീ ഹിം അൺകെംപ്റ്റ്, യു വിൽ നെവർ സീ ഹിം നോട്ട് ഡിസിപ്ലിൻ. അത് ഭയങ്കര പൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഇൻസ്പിറേഷണൽ. ഫഹദ് ഫാസിൽ, I think the idea to entertain with every moment, എന്ത് സാധനമാണ് നടക്കുന്നതെങ്കിൽ എനിക്കിത് ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എനിക്ക് എവിടെയോ ഒരു എക്സ് ഫാക്ടർ ഉണ്ട് അത് പെർഫോം ചെയ്യുന്നതിനകത്തൊക്കെ. നമുക്ക് എന്നുവെച്ചാൽ അത്രയും വലിയൊരു ആരാധകനായിട്ടാണ് ഞാൻ ആദ്യം ഒരുമിച്ച് അഭിനയിക്കാൻ ചെല്ലുന്നത് തന്നെ സി യു സൂണിന്. ആൻഡ് സി യു സൂണിന് മുതൽ വാച്ച് ചെയ്തു, ധൂമം എല്ലാത്തിലും. പിന്നെ ഞാൻ കണ്ടിഷ്ടപ്പെട്ട സിനിമകളൊക്കെ കണ്ടിട്ട് whenever I've spoken to him about that also, ഈ ഒരു സാധനം എപ്പോഴും തിരിച്ചു വരും. ദാറ്റ് കോർ ഐഡിയ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് എത്ര സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിലും എത്ര എന്താണ് ഇമോഷൻ എന്ത് വേണേലും ആയിക്കോട്ടെ, ആ സാധനത്തിനെ എങ്ങനെ എൻ്റർടൈനിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളത് ക്രാക്ക് ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദാറ്റ് ഈസ് വാട്ട് സ്റ്റാൻഡ്സ് ഔട്ട്. എവ്രിബഡി ടോക്സ് അബൌട്ട് ദി ഐസ്, പക്ഷേ എനിക്കത് ഓരോ മൊമെൻറ്റും എൻ്റർടൈനിങ് ആണ്. നമുക്ക് ഈ ആക്ടർ ഇനി കുറച്ചു നേരം വിഷമത്തിലൊക്കെ ആയിരിക്കും, കഥ എന്ന് നമുക്ക് നമ്മുടെ കണ്ണാണ് ശരിക്കും മാറ്റാൻ പറ്റാത്തത്. അത് ഭയങ്കര പൊളിയാണ്. ഐ ഡോണ്ട് നോ ഹൗ ഹി ഡസ് ഇറ്റ്. ദർശന is also, I think, most inspirational for me because okay, let me articulate this properly. അതായത് എൻ്റെ പേഴ്സണാലിറ്റി ഇതാണ്. ഞാൻ അതിൽ മാറ്റങ്ങളൊന്നും, അതായത് ഞാൻ ഒരു സിനിമ നടിയാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ലീഡ് ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ എന്നെ തന്നെ ഓൾട്ടർ ചെയ്യുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ടു ബി കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ടു യുവർ സെൽഫ്. ദാറ്റ് ഇതാണ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ, ഞാൻ ഇത് വെച്ചിട്ട് എൻ്റെ 100% എഫേർട്ട് ഞാനിടും. അതിൽ ആ സത്യസന്ധതയാണ് ശരിക്കും പറഞ്ഞാൽ വർക്ക് ആവുന്നത്. അപ്പോൾ ദർസ് എൻ ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻറ്റ് വേർ ഒരിക്കൽ ദർശനമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴാണ് ഏത് സിനിമയുടെ ടൈമാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഞാൻ എന്തോ ഈ ക്യാരക്ടർ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് ഷൂട്ടിനിടയിലാണ്. അപ്പോൾ ഞാൻ ഈ സിനിമയെ തന്നെ
താഴേക്ക് വലിക്കുകയാണോ എന്നുള്ളൊരു സംശയം. അപ്പം അങ്ങനെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുമാണല്ലോ ആസ് ആക്ടേഴ്സ്. കുറേയൊക്കെ തലയ്ക്കകത്ത് മാത്രമാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഈ ട്രിപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നഷ്ടം പറഞ്ഞ് ഞാനെപ്പോഴും ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എന്തായാലും അവർ നിന്നെ കാസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൽ ലോകത്ത് ഇതിന് നന്നായിട്ട് ചെയ്യാൻ ഏത് ആക്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും നാളെ ആക്ഷൻ വിളിക്കുമ്പോൾ നീയേ ഉള്ള അവിടെ. ആ തോട്ടിലൊരു കംഫർട്ട് ഇല്ല. ഞാൻ ഇപ്പൊ വേറെ ആരൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഇപ്പോൾ തൽക്കാലം അവരാരും വരുന്നില്ല, ഞാനും നിനക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട്, നിനക്ക് പറ്റുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ അങ്ങ് ചെയ്യാം. മനസ്സിലേക്ക് ഇത് കൊള്ളാലോ. അപ്പൊ ഞാനിത് അല്ലേ, അപ്പൊ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ഓക്കെ തൽക്കാലം എന്തായാലും ഈ ക്യാരക്ടർ ഞാനാണ്. അതായത് ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ ഇല്ല. അതുകൊണ്ട് നമുക്ക് മറ്റേ തോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങ് ചെയ്യാം എന്നുള്ള ആ ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഐ നോട്ടീസ് എല്ലാവരുമായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സാധനത്തിൽ ലൈക്ക് ഐ ബേസിക്കലി ലിസ്റ്റഡ് ഔട്ട് ദി തിങ്സ് ദാറ്റ് ഇൻസ്പയർ മീ വിത്ത് ഓൾ. വിക്രം, എളിമ, ഭീകരമായ എളിമ. ആൻഡ് ഐ തിങ്ക് ഈ ഒരാളെ കാണുമ്പോഴോ ഓഡിയൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴോ കാണിക്കുന്നതിനപ്പുറത്തേക്ക് ഐ തിങ്ക് ഹി ഹാസ് ദാറ്റ് ഹ്യൂമിലിറ്റി ടുവേർഡ്സ് ഹിസ് വർക്ക് ഓൾസോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇൻസിഡൻസ് ആയിട്ട് നമ്മൾ എല്ലാവർക്കും അദ്ദേഹത്തിനെ പറ്റിയിട്ട് പറയാൻ ഒരുപാടുണ്ടാവും. അയ്യോ എന്തൊരു നല്ല മനുഷ്യൻ, എന്തൊരു ഹമ്പിൾ മനുഷ്യൻ എന്നൊക്കെ. പക്ഷെ ഐ തിങ്ക് ആ ചെയ്യുന്ന ജോലിയോടും ആ ഒരു അപ്രോച്ച് പുള്ളിക്കുണ്ട്. ദാറ്റ് ദി ആർട്ട് ഫോം ഐ എം പ്രാക്ടീസിങ് ഈസ് ഡെഫിനറ്റ്ലി ബിഗർ ദാൻ ദി ആർട്ടിസ്റ്റ് ദാറ്റ് ഐ ആം എന്നുള്ളൊരു സാധനം. അപ്പം ഞാൻ സിനിമയ്ക്ക് എന്തോ വലിയ ഇത് തരികയല്ല, സിനിമ എനിക്കാണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സാധനം. ഐ തിങ്ക് അത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അവിടെ നിന്നാണ് ഈ എളിമ വരുന്നതെന്നൊക്കെ. അല്ലാതെ ഞാനിങ്ങനെ ആലോചിച്ച് ഒരാൾ ദൂരെ നിന്ന് നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ എന്തിനാണ് എണീറ്റേക്കുന്നത്, ഞാൻ അടുത്തെത്തുമ്പോൾ പോലും എണീറ്റില്ലെങ്കിലും ഓക്കെയാണ്. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ് വർക്ക് പ്ലേസ്. നമ്മൾ ആസ് കോ ആർട്ടിസ്റ്റ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൽ നിന്നാണ് ആ തോട്ട് വരുന്നത്. അത് അടിപൊളിയാണ്. പാർവതി ഈസ് ഐ തിങ്ക് ഏറ്റവും ഒരു ക്യാരക്ടറിനെ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആക്ടേഴ്സ് എന്ന് വെച്ച് ക്യാരക്ടറിനെ പൂർണ്ണമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. അതായത് ഞാൻ എൻ്റെ കുറവുകൾ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ താല്പര്യമില്ലായ്മ കൊണ്ടോ മടി കൊണ്ടോ ഒന്നും ഈ ക്യാരക്ടറിന് ഒരു കുറവ് സംഭവിക്കരുത് എന്നുള്ളതുണ്ട്. അതിനെ ഭയങ്കര ഹൈ റിഗാർഡിൽ കൊണ്ടുപോകും. എഴുതി വെച്ചിരിക്കുന്ന സാധനം ഞാനത് വർത്തമാനത്തിലും കണ്ടിട്ടുണ്ട്, കൂടെയിലും കണ്ടിട്ടുണ്ട്. ആൻഡ് പാർവതി തന്നെ ഏതോ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഷീ ലേൺസ് ഫ്രം ഹർ ക്യാരക്ടേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ അവരെ ഈ വായിച്ച കഥാപാത്രത്തിന് എന്തോ ഒരു എൻറ്റിറ്റി ആയിട്ട് ഭയങ്കര ബഹുമാനത്തോടെയൊക്കെയാണ് പാർവതി കാണുന്നത്. അപ്പോൾ അത് അടിപൊളിയാണ്, നല്ലതാണ്. ഇനി റോഷൻ്റെ അടുത്ത പ്രോജക്റ്റുകളും അടുത്ത സിനിമകളും സീരീസുകളും ഒക്കെ ഏതൊക്കെയാണ്? എനിക്ക് ഹിന്ദിയിൽ ഒരു സീരീസ് റിലീസിനുണ്ട്, കാൻ ഖജൂറ എന്നാണ് അതിൻ്റെ പേര്. ഡയറക്ടർ ചന്ദൻ അറോറ, സ്ട്രൈക്കർ ഒക്കെ ചെയ്ത രാജുവേട്ടനാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പേഴ്സണലി ഷൂട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സാധനം. ഇപ്പം വെയിറ്റിംഗ് ഫോർ ദാറ്റ് കം. എന്ത് ജോണറാണ് അത്? ഒരു 2 ബ്രദേഴ്സിൻ്റെ കഥയാണ്. അത് ഒരു ബേസിക്കലി ഒരു ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിൽ എവിടെയോ കിടക്കുന്ന ഒരു യങ്ങർ ബ്രദർ ആൻഡ് ഹൗ ഈ റിയലി ലുക്സ് അപ്പ് ടു ഹിസ് എൽഡർ ബ്രദർ. അപ്പോൾ പുള്ളിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവാനായിട്ട് ഇവൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു. ഇയാൾക്ക് ഇവനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇവനെ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഫ്രിക്ഷൻ ആൻഡ് ഹൗ ദാറ്റ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ ലൈക്ക് ഇവൻറ്റ്സ് മച്ച് ബിഗർ ദാൻ ജസ്റ്റ് ദ 2 of them എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഒരു പരിപാടി. പിന്നെ ഇത്തിരി നേരം എന്ന് പറഞ്ഞിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ചെറിയൊരു മലയാളം പടം ചെയ്തായിരുന്നു. പ്രശാന്ത് വിജയാണ് ഡയറക്റ്റ് ചെയ്തത്. ചേര തീർന്നിട്ട് കുറേ നാളായി. നിമിഷയും ഞാനും കൂടെ ചെയ്ത പടമാണ്. ഇനി തുടങ്ങാനിരിക്കുന്നത് പിന്നെ തമിഴൊരു സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അനൗൺസ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ കടസിയിലെ ബിരിയാണി ചെയ്തത് നിശാന്ത് കലഗന്തിയാണ് ഡയറക്റ്റ് ചെയ്തത്. വൈ നോട്ട് സ്റ്റുഡിയോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. പിന്നെ ഇപ്പം മലയാളത്തിൽ നെക്സ്റ്റ് തുടങ്ങാനുള്ളത് കുറേ നാളായിട്ട് തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമ. അതിൻ്റെയും അനൗൺസ്മെൻറ്റ് ഇപ്പോൾ അടുത്തൊരു 3-4 ദിവസത്തിനുള്ളിൽ വരും. അതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. ബട്ട് യു ഓൾറെഡി നോ. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് റോഷൻ. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ യുവർ അപ്കമിംഗ് പ്രോജക്ട്സ്. താങ്ക് യു വെരി മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ. വെരി ഗ്ലാഡ് ടു സീ യു. ഐ മീൻ നമ്മൾ ധൂമം ചെയ്ത സമയം മുതൽ ദാറ്റ്സ് വെൻ നേരിട്ട് പരിചയം.
അപ്പോൾ യു ബിൻ വെരി ഗുഡ് ആസ് എ കോൺവെർസേഷണലിസ്റ്റ്. അങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര രസമുള്ള ഒരാളാണ്. സോ ഐ എം വെരി ഹാപ്പി ടു സീ യു ഡു ദിസ്. അതുകൊണ്ടാണ് ഓടി വന്നതും. അല്ലെങ്കിൽ ഞാൻ പടത്തിന്റെ പ്രൊമോഷൻ ഇല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ വരാറില്ലല്ലോ. വെരി ഗ്ലാഡ് യു ഡൂയിങ് ദിസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഇനിയുള്ള പരിപാടികളൊക്കെ. താങ്ക് യു റോഷൻ.